കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഭരണഘടനാ അംഗീകൃത സ്ഥാപനങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഭരണഘടനാ സ്ഥാപനങ്ങൾ. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഭരണഘടനാ അംഗീകൃത സ്ഥാപനങ്ങൾ. They derive their power from Constitution of India. They are mentioned in Constitution with article and any type of change need constitutional amendment. ഭരണഘടനാ അംഗീകൃത സ്ഥാപനങ്ങളും അവയുടെ അധികാരങ്ങളും ഭരണഘടനയിൽ പ്രത്യേക അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിൾ ഉപയോഗിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ആർട്ടിക്കിൾ 324 അനുച്ഛേദം 324 ഇലക്ഷൻ കമ്മീഷൻ, ആർട്ടിക്കിൾ 148 അനുച്ഛേദം 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 338 അനുച്ഛേദം 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഇവയൊക്കെ ഭരണഘടനാ അംഗീകൃത സ്ഥാപനങ്ങളാണ്. Statutory bodies derive their authority by a law created by the Parliament. They are not mentioned in Constitution. നിയമനിർമ്മാണത്തിലൂടെ രൂപീകൃതമായ സ്ഥാപനങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ. ഇവയുടെ രൂപീകരണം പാർലമെന്റിലെ നിയമനിർമ്മാണത്തിലൂടെയാണ്. ഇവ പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഭരണഘടനയിൽ കാണാൻ സാധിക്കുകയില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഭരണഘടനാ അംഗീകൃത സ്ഥാപനങ്ങൾ: ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആൻഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. ഇലക്ഷൻ കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫൈനാൻസ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ഭാഷാ ന്യൂനപക്ഷ കമ്മീഷൻ, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദി സ്റ്റേറ്റ്. ഇലക്ഷൻ കമ്മീഷൻ, ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആർട്ടിക്കിൾ 324 is dealing with ഇലക്ഷൻ കമ്മീഷൻ. അനുച്ഛേദം 324 ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. It conduct elections for office of President of India, Vice President of India, Parliament and State Legislature. ഇന്ത്യയിലെ ഭരണകൂടങ്ങളെയും ജനപ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്ന ഭരണഘടനാ അംഗീകൃത സ്ഥാപനമാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയിലെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്താനായി വിപുലമായ അധികാരങ്ങളാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. 1950 ജനുവരി 25 ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം 324 അനുസരിച്ചാണ് ഇത് രൂപീകൃതമായത്. National Election Commission is dealing with the election of office of President of India, Vice President of India, Parliament and State Legislature. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം നിർവഹിക്കുന്നത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്, നിയമസഭ, ലോക്സഭ തിരഞ്ഞെടുപ്പ്, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇവയുടെ മേൽനോട്ടം ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവയുടെ മേൽനോട്ടം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ യോഗ്യതകളെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. 6 വർഷം അഥവാ 65 വയസ്സുവരെയാണ് അവരുടെ കാലയളവ്. Constitution has not prescribed any qualification for Chief Election Commissioner than the term 6 years or attain the age of 65. The Chief Election Commissioner can be removed only by a resolution passed by Parliament with a special majority. പാർലമെന്റിന്റെ അനുമതിയോടുകൂടി മാത്രമേ ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പുനർനിയമനത്തിന് അർഹനാണ്. They are not debarred from further appointment. Election Commission was a single body from 1950 to 1989. 1950 മുതൽ 1989 വരെ
മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല നിർവഹിച്ചിരുന്നത്. 61ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടാതെ മറ്റു തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും ഉൾപ്പെടുത്തി. 61ാം ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചു. From 1950 to 1989, Election Commission was working as a single body. After 61st Constitutional Amendment, it began working as a multi-member body. 61st Constitutional Amendment reduced voters' age from 21 to 18. Union Public Service Commission (UPSC). Article 315 to 323 is dealing with the Union Public Service Commission. അനുച്ഛേദം 315 മുതൽ 323 വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർവീസുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന ഏജൻസി, സെൻട്രൽ റിക്രൂട്ടിംഗ് ഏജൻസി. രാഷ്ട്രപതിയാണ് UPSC ചെയർമാനെ നിയമിക്കുന്നത്. The UPSC chairman is appointed by President. And the term of the UPSC chairman 6 years and age of 65. UPSC ചെയർമാന്റെ കാലാവധി 6 വർഷം അഥവാ 65 വയസ്സുവരെ. സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ രാഷ്ട്രപതിക്ക് ഇവരെ മാറ്റാൻ സാധിക്കുകയുള്ളൂ. After a Supreme Court enquiry, President can remove them. UPSC ചെയർമാൻ പുനർനിയമനത്തിന് അർഹനല്ല. എന്നാൽ മറ്റു അംഗങ്ങൾ UPSC ചെയർമാനായോ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായോ നിയമിക്കപ്പെടാൻ അർഹനാണ്. For the employment, chairman is not eligible, but members are eligible as the chairman of UPSC or SPSC. Qualification: no qualification are prescribed, but one half of the members should be such person who held office under Government of India or Government of State. ഇവരുടെ യോഗ്യതയെക്കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ പകുതി അംഗങ്ങൾ മുൻപ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചവരായിരിക്കണം. അംഗങ്ങളുടെയോ ചെയർമാന്റെയോ യോഗ്യതയെക്കുറിച്ച് ഭരണഘടന പ്രതിപാദിക്കുന്നില്ല. കേന്ദ്ര സംസ്ഥാന സർവീസുകളിലേക്കുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുകയാണ് UPSCയുടെ പ്രധാന ചുമതല. സ്റ്റേറ്റ് PSC, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. The same article which is dealing with the UPSC, Article 315 to 323 is dealing with the State Public Service Commission. അനുച്ഛേദം 315 മുതൽ 323 വരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗവർണർ ആണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. എന്നാൽ ചെയർമാനെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഇതിന് സുപ്രീം കോടതിയുടെ അംഗീകാരവും വേണം. കാലയളവ് 6 വർഷം അഥവാ 62 വയസ്സുവരെ. Comptroller and Auditor General of India. Article 148 is dealing with the Comptroller and Auditor General of India. അനുച്ഛേദം 148 Comptroller and Auditor General of India കുറിച്ച് പ്രതിപാദിക്കുന്നു. They are appointed by President but can be removed by Parliament with a special majority. Function: financial administration. Term: 6 years or until they attain the age of 65. They are not eligible for further employment under Government of India or Government of State. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ച് പാർലമെന്റിൽ റിപ്പോർട്ട് നൽകുകയാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ചുമതല. കാലയളവ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സുവരെ. അവർ പുനർനിയമനത്തിന് അർഹരല്ല. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ നീക്കം ചെയ്യാൻ പാർലമെന്റിന്റെ അനുമതി വേണം.